അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ 4 ഖലീഫമാർ ആചരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളും ആചരിക്കാൻ പാടില്ല, അത് അനിസ്ലാമികമാണ് എന്നാണ് സലഫി, മുജാഹിദ് തുടങ്ങിയ പുത്തനാശയക്കാരുടെ വാദം. അവരോട് 15 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വിശദമായി ഒന്നും പറയാതെ ചോദ്യങ്ങൾ മാത്രം അവരോട് ചോദിക്കുകയാണ്. ചോദ്യം 1, ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആ ഇസ്ലാമിൻ്റെ വാർഷികം 4 ഖലീഫമാർ ആചരിച്ചിട്ടുണ്ടോ? മറുപടി ഇല്ല. പിന്നെ എങ്ങനെയാണ് സലഫി, മുജാഹിദ് പോലത്തെ പ്രസ്ഥാനത്തിൻ്റെ വാർഷിക ആചരണം നടത്തുന്നു? ചോദ്യം 1. ചോദ്യം 2, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലിയാർ തങ്ങൾ, ഈ 4 ഖലീഫമാർ അവരുടെ ഭാര്യമാരെയോ മക്കളെയോ ജുമുഅക്കോ ജമാഅത്തിനോ കൊണ്ടുപോയിട്ടുണ്ടോ? ഉത്തരം ഇല്ല. എന്നാൽ മുജാഹിദ് സലഫികളായ ആളുകൾ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സഹോദരിമാരെയും പള്ളിയിലേക്ക് എന്തിനു വേണ്ടി കൊണ്ടുപോകുന്നു? ചോദ്യം 3, 4 ഖലീഫമാർ ബാങ്ക് അല്ലെങ്കിൽ ജുമുഅ, ഖുതുബ തുടങ്ങിയ കാര്യങ്ങൾ മൈക്ക് ഉപയോഗിച്ചിട്ട് അവർ ഓതിയിട്ടുണ്ടോ? ബാങ്ക് മൈക്കയിൽ കൊടുത്തിട്ടുണ്ടോ? ഖുതുബ മൈക്കയിൽ ഓതിയിട്ടുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സലഫികളായ മുജാഹിദുകളായ ആളുകൾ ബാങ്കും ഖുതുബയും മൈക്കയിൽ അവർ ചെയ്യുന്നു? ചോദ്യം 4, ഖുർആനിൽ മുസ്ഹഫിൽ ഫതഹ്, കസ്ർ, ലം തുടങ്ങിയ ഹർക്കത്തുകൾ 4 ഖലീഫമാരുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ആണ് ആ ഫതഹ്, കസ്ർ ഉള്ള മുസ്ഹഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. 4 ഖലീഫമാർ ചെയ്യാത്ത ആ ഫതഹ്, കസ്ർ ഇടാത്ത മുസ്ഹഫിൽ നിങ്ങൾ ഫതഹ്, കസ്ർ തുടങ്ങിയ ഹർക്കത്തിട്ട് നിങ്ങൾ എങ്ങനെ ആ മുസ്ഹഫിൽ ഖുർആൻ ഓതുന്നു? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. ഹർക്കത്തിടുന്ന സമ്പ്രദായം 4 ഖലീഫമാരുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല, സ്വഹാബത്തിൻ്റെ കാലത്തുണ്ടായിരുന്നില്ല, പിന്നീട് അത് ഉണ്ടാക്കിയതാണ്. ആ പിന്നീട് ഹർക്കത്തിട്ട മുസ്ഹഫിൽ നിങ്ങൾ എങ്ങനെയാണ് ഖുർആൻ ഓതുന്നത്? ചോദ്യം 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളികൾ ഈത്തപ്പന മട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന പള്ളികളായിരുന്നു. എന്നാൽ ഇന്ന് സലഫി, മുജാഹിദുകൾ തുടങ്ങിയ ആളുകളൊക്കെ പള്ളികൾ നിർമ്മിക്കുന്നത് സ്ലേപ്പുകൾ ഇട്ട പള്ളിയാണ്. അപ്പോൾ 4 ഖലീഫമാറും സ്വഹാബത്തും ചെയ്യാത്ത പള്ളികൾ നിങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നു? ചോദ്യം 6, 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ മദ്രസകളോ അതുപോലെ തന്നെ സ്ഥാപനങ്ങളോ അതുപോലെ തന്നെ യതീംഖാനകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ സലഫികളുടെ നേതൃത്വത്തിൽ, പുത്തനാശയക്കാരുടെ നേതൃത്വത്തിൽ മദ്രസകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, യതീംഖാനകളുണ്ട്. അത് നിങ്ങൾ എങ്ങനെ നിർമ്മിച്ചു? ചോദ്യം 7, നിങ്ങളുടെ മതപ്രബോധനം, നിങ്ങളെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലും തുടങ്ങിയ മാധ്യമങ്ങളിലാണ്. 4 ഖലീഫമാർ യൂട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ടോ അവരുടെ ദീനീ പ്രബോധനത്തിന് വേണ്ടി?
ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അവർ ചെയ്യാത്ത ഒരു ദീനീ പ്രബോധനത്തിൻ്റെ മാധ്യമങ്ങൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു? ചോദ്യം 8. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉളുഹിയ്യത്ത് അറുത്തു കൊടുത്തിട്ടില്ല. ഉളുഹിയ്യത്ത് അറുത്തു കൊടുത്തിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ചെയ്യാത്ത അമല് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ചോദ്യം 10. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ സ്വഹാബാക്കൾ മുഴുവനും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. ബുഖാരിയിൽ അത് പറയുന്നുണ്ട്. എന്നാൽ അവർ ചെയ്യാത്ത ഒരു അമല് 8 റക്അത്ത് നിങ്ങൾ എങ്ങനെ നിസ്കരിക്കുന്നു? ചോദ്യം 10. 10ാമത്തെ ചോദ്യം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് ജുമാക്ക് നടപ്പിലാക്കി. എന്നാൽ നിങ്ങളുടെ ജുമാക്ക് 1 ബാങ്കാണ് കൊടുക്കുന്നത്. സഹാബത്ത് ചെയ്യാത്ത പ്രവർത്തനം നിങ്ങൾ എങ്ങനെ ചെയ്തു? ചോദ്യം 11. നിങ്ങളുടെ മംഗലം പോലത്തെ കാര്യക്രമത്തിന് വേണ്ടി നിങ്ങളുടെ വീടുകളെ അല്ലെങ്കിൽ ഹാളുകളെ ലൈറ്റുകളെ കൊണ്ട് അലങ്കാരപ്പെടുത്താറുണ്ട്. ഇങ്ങനെ ഒരു അലങ്കാരപ്പെടുത്തിയത് 4 ഖലീഫമാർ ചെയ്തിട്ടുണ്ടോ? അവരുടെ മംഗലത്തിന് ലൈറ്റുകളെ കൊണ്ട് അവർ അലങ്കാരപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ അവർ ചെയ്യാത്ത പ്രവർത്തനം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ചോദ്യം 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഒട്ടകപ്പുറത്തും ഗോവർ കഴുതയിലും കുതിരപ്പുറത്തുമാണ് യാത്ര ചെയ്തത്. എന്നാൽ നിങ്ങളുടെ പ്രഭാഷണത്തിനും മറ്റും ആവശ്യത്തിന് വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വാഹനം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു? ചോദ്യം 13. നിസ്കാരത്തിനും മറ്റും ഉളുവെടുക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ടേപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഉളുവെടുക്കാറുള്ളത്, സലഫി പള്ളിയിലായാലും മുജാഹിദ് പള്ളിയിലായാലും. എന്നാൽ ഈ ടേപ്പ് ഉപയോഗിച്ചിട്ടാണോ നബിയും സ്വഹാബത്തും ഉളുവെടുത്തിരുന്നത്? ചോദ്യം 14. മുജാഹിദ് സലഫി പോലത്തെ ആളുകൾ മംഗലം കഴിക്കുന്നത് ഹാളുകളിലാണ്. എന്നാൽ ഇത്തരം മംഗലം നബിയും സ്വഹാബത്തും സ്വഹാബാക്കൾ 4 ഖലീഫമാർ മംഗലം ഹാളുകളിലാണോ കഴിച്ചിരുന്നത്? ചോദ്യം 15. സലഫി മുജാഹിദ് പോലത്തെ ആളുകളുടെ പള്ളികളിൽ AC ഉപയോഗിച്ചിട്ടാണ് ഖുതുബ ഓതലും നിസ്കാരത്തിനും AC ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നബിയും സ്വഹാബത്തും ഖലീഫമാരും അവരുടെ പള്ളികളിൽ AC ഉപയോഗിച്ചിരുന്നോ? ഇങ്ങനെ ചുരുങ്ങിയ 15 ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ ഇതിനേക്ക് മറുപടി പറയണം. ഈ ചോദ്യം എന്തിനാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ, റസൂലുള്ള മൗലിദ് കഴിച്ചിട്ടുണ്ടോ? 4 ഖലീഫമാർ കഴിച്ചിട്ടുണ്ടോ? ഉത്തമ നൂറ്റാണ്ടുകാർ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ജനങ്ങളെ വസ്വാസാക്കുന്നുണ്ടല്ലോ. എന്നാൽ തിരിച്ചും നിങ്ങളോട് ഒരു 15 ചോദ്യം ചുരുങ്ങിയത് ഞാൻ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.